നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വാതന്ത്ര്യത്തിൻ്റെ 80-ാം വാർഷികമാണ് ഈ വരുന്ന ഓഗസ്റ്റ് 15-ാം തീയതി. ഈ വരുന്ന ഓഗസ്റ്റ് 15-ാം തീയതിക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ചരിത്രത്തിലാദ്യമായി, അതായത് വന്ദേ മാതരം എന്ന ഗാനം രചിക്കപ്പെട്ട് 150 വർഷങ്ങൾക്ക് ശേഷം ചെങ്കോട്ടയിൽ ഭാരതത്തിൻ്റെ അധികാര സ്ഥിരാകേന്ദ്രത്തിൽ, അല്ലെങ്കിൽ അധികാര സ്ഥിരാകേന്ദ്രത്തിൻ്റെ പ്രതീകത്തിൽ, ഏറ്റവും വലിയ പ്രതീകത്തിൽ, ചരിത്രത്തിലാദ്യമായി പൂർണ്ണമായി 6 ഖണ്ഡികകളും ഉൾപ്പെടുത്തിയ വന്ദേ മാതരം ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ മുഴങ്ങും. അതിന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സാക്ഷിയാകും. ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം ആലപിച്ച ശേഷം ദേശീയ പതാക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തുകയും അതിനുശേഷമായിരിക്കും ദേശീയ ഗാനത്തിൻ്റെ ആലാപനം, ജനഗണമനയുടെ ആലാപനം. വന്ദേ മാതരത്തിൻ്റെ ഒരു പ്രസക്തി ഇപ്പോൾ വളരെ വലുതാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങളിൽ വന്ദേ മാതരം സ്ഥിരമായി ആലപിക്കപ്പെട്ടിരുന്നു. പക്ഷേ അലി സഹോദരന്മാരെന്ന ജിഹാദികൾക്ക് അത് വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കി. കാരണം ഹിന്ദു ദൈവങ്ങളുടെ നാമങ്ങൾ അതിനുള്ളിൽ വരുന്നുണ്ട് എന്നുള്ള ഒരു കാരണം കൊണ്ട് ഞങ്ങൾക്കിതിൽ അസ്വസ്ഥതയുണ്ട്, ഞങ്ങൾ അസ്വസ്ഥരാണ് എന്നുള്ള ഒരു രീതി അവർ മുന്നോട്ട് വയ്ക്കുകയും അതിനെ തുടർന്ന് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും ഏകമനസ്സോടുകൂടി 2 ഖണ്ഡികകൾ മാത്രമായി വന്ദേ മാതരത്തെ വെട്ടിച്ചുരുക്കി വികൃതമാക്കുകയും വികലമാക്കുകയും ചെയ്തു. ഒരു കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന്, സായുധ സമരങ്ങൾക്ക് ഏറ്റവും വലിയ പ്രചോദനമായിരുന്ന ഈ ഒരു ഗാനം, നമ്മുടെ ദേശീയ ഗീതം, വികലമാക്കപ്പെട്ടു എന്ന് മാത്രമല്ല കഴിയാവുന്നത്ര രീതിയിലൊക്കെ ഇപ്പോൾ അവഹേളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലൊക്കെ ഈ ജിഹാദി മനസ്സുള്ള നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിലും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ആണെങ്കിലും, ജിഹാദികൾക്ക് വിടുപണി ചെയ്യുന്ന മറ്റ് ഭരണാധികാരികളാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഏകസ്വരത്തിലാണ് വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കുവാൻ സാധിക്കില്ല എന്നുള്ളത്. കാരണം വന്ദേ മാതരത്തെയും ദേശീയ ചിഹ്നങ്ങളെയും അവഹേളിക്കുന്നതിന് കർശനമായിട്ടുള്ള ശിക്ഷകൾ നടപ്പാക്കുന്ന നിയമം കേന്ദ്ര സർക്കാർ പാസ്സാക്കിയിട്ടുണ്ട്. വന്ദേ മാതരം ആലപിക്കണമെങ്കിൽ മുഴുവനായി തന്നെ ആലപിക്കണം, വികൃതമാക്കുവാൻ പാടില്ല എന്നുള്ള കർശനമായ നിയമം ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ വന്ദേ മാതരം പാടുന്നത് ഇത്തവണ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പൂർണ്ണമായും ഒഴിവാക്കാനാണ് കേരള സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അത് ആരെ പ്രീണിപ്പിക്കുവാനായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും പ്രേക്ഷകർക്ക് വേണ്ട. ഏത് അലി സഹോദരന്മാരെന്ന ജിഹാദികളെ പ്രീണിപ്പിക്കുവാനാണോ നെഹ്റുവും ഗാന്ധിയും ഈ തീരുമാനമെടുത്തത്, വന്ദേ മാതരത്തെ വികലമാക്കുവാനുള്ള തീരുമാനമെടുത്തത്, അതേ അലി സഹോദരന്മാരുടെ പിൻഗാമികളോ ആരാധകരോ ഉച്ഛിഷ്ടങ്ങളോ അവശിഷ്ടങ്ങളോ ആയ ജിഹാദികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഇവിടെയും ഇത്തവണ, കേരളത്തിലും ഇത്തവണ ആ തീരുമാനമെടുക്കുന്നത്. തമിഴ്നാട്ടിൽ വേറൊരു വക ജന്മങ്ങളുണ്ട്. തമിഴ് തായ് മണ്ണെ എന്നുള്ള ഏതോ ഒരു സിനിമാ ഗാനം പാടുന്നുണ്ട്. തമിഴ് ഗാനമാണത്രേ അതാദ്യം പാടും, വന്ദേ മാതരം മുഴുവനായി പാടില്ല തുടങ്ങിയ പല എതിർപ്പുകളും അവിടെ വരുന്നുണ്ട്. തമിഴിനെ അപമാനിച്ചാൽ സഹിക്കില്ല. ഇവരെല്ലാം മറന്നു പോകുന്നൊരു കാര്യം, ഭാരതത്തിനുള്ളിലാണ് കേരളവും തമിഴ്നാടും, അല്ലാതെ തിരിച്ചല്ല. കേരളമല്ല ഭാരതം, ഭാരതമാണ് കേരളം. ഭാരതത്തിൻ്റെ അസ്തിത്വം, ഭാരതത്തിൻ്റെ പാസ്പോർട്ടും കൊണ്ടേ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് മയോ ക്ലിനിക്കിൽ പോകുവാൻ സാധിക്കുകയുള്ളൂ, വി.ഡി. സതീശൻ ഊരി ചുറ്റുവാൻ പോകുവാൻ സാധിക്കുകയുള്ളൂ, വിജയ്ക്കോ വിജയുടെ ആസ്മാദികൾക്കോ വിദേശ സഞ്ചാരങ്ങൾ നടത്തുവാൻ സാധിക്കുകയുള്ളൂ. ഏതൊരു വിദേശ രാജ്യത്ത് ചെന്നാലും ഇപ്പോഴൊക്കെ പറയുന്നുണ്ട്, നീങ്ക തമിഴനാ എന്ന് സായിപ്പ് തമിഴിൽ ചോദിച്ചു, മലയാളിയാണോ എന്ന് ചോദിച്ചു. അറബ് രാജ്യങ്ങളിൽ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, നാട്ടിൽ മഴയുണ്ടോ. പക്ഷേ അയാളും ഇന്ത്യൻ പാസ്പോർട്ട് നോക്കി കേരളത്തിലെ അഡ്രസ്സ്, ഭാരതത്തിനുള്ളിലെ കേരളത്തിലെ അഡ്രസ്സ് നോക്കിയിട്ടാണ് നാട്ടിൽ മഴയുണ്ടോ എന്ന് അറബി ചോദിക്കുന്നത്. എന്നോട് ചോദിച്ചിട്ടുണ്ട് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച്. അത് ഒരനുഭവം ഓർത്തെടുത്തു എന്ന് മാത്രം. പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള പ്രഥമ വ്യക്തിത്വം, നമ്മുടെ ഐഡൻറ്റിറ്റി എന്നുള്ളത് ഭാരതീയൻ എന്നുള്ളതാണ്. ആ ഭാരതത്തെ മാതാവായി കണ്ട് വണങ്ങുന്ന ഗീതമാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം. അതിൽ ദുർഗയെ വണങ്ങുന്നുണ്ട്, ഭാരതത്തെ ദുർഗയായിട്ട് ഉപമിക്കുന്നതായിട്ട് കാണാം. അല്ല എങ്കിൽ തന്നെ ഹിന്ദുസ്ഥാനിൽ ഹിന്ദുക്കളുടെ ദൈവങ്ങളെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനത്തിന് വിലക്ക്, ഞങ്ങളത് പാടില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ട് അവരാദ്യം ഒരു കാര്യം ചെയ്യണം. 5 നേരം ഈ കോളാമ്പി കെട്ടിവെച്ച് ഞങ്ങളുടെ ദൈവം മാത്രമാണ് ദൈവം, മറ്റൊരു ദൈവവും ദൈവമല്ല, ഞങ്ങളുടെ ദൈവത്തിൻ്റെ വായ്പാട്ടുകാരനാണ് ഒരു യഥാർത്ഥ വായ്പാട്ടുകാരൻ എന്ന് വിളിച്ചു പറയുന്ന അറബി പ്രഖ്യാപനങ്ങൾ നിർത്തണം. കാരണം അതും
ഇത് മതേതരത്വത്തിന് യോജിച്ചതല്ലെങ്കിൽ അതും മതേതരത്വത്തിന് യോജിച്ചതല്ല. ഇത് പറയുവാൻ നട്ടലുള്ള രാഷ്ട്രീയ നേതാക്കൾ ദൗർഭാഗ്യവശാൽ ഇന്ന് ഇടതുപക്ഷത്തോ UDFിലോ ഇല്ല. ദേശീയ തലത്തിൽ ഒട്ടുമില്ല. കാരണം വർഷങ്ങളായി സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ കൃത്യമായി പറഞ്ഞാൽ 1920 തുടങ്ങി ജിഹാദികളുടെ കാൽക്കൽ കൊണ്ട് അടിയറ വെച്ചൊരു രാഷ്ട്രീയമാണ് കോൺഗ്രസിൻ്റേത്. ഗാന്ധി തുടങ്ങി വെച്ചു, നെഹ്റു അത് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയി. ഇന്ദിരാഗാന്ധി അത്ര പ്രത്യക്ഷത്തിലല്ലാതെ അതിനെ മുന്നോട്ട് കൊണ്ടുപോയി. രാജീവ് ഗാന്ധിയും വളരെ പരസ്യമായി ഷാബാനു കേസിൽ ഉൾപ്പെടെ ജിഹാദികളുടെ മുൻപിൽ മുട്ടുമടക്കി കുനിഞ്ഞ് വണങ്ങി നിലത്തിഴഞ്ഞ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്നത്, ഈ മല്ലികാർജുൻ ഖാർഗെയുടെ കുടുംബത്തിനെ ജിഹാദികൾ പച്ചയ്ക്ക് കത്തിച്ചു കൊന്നതാണ്, അദ്ദേഹത്തിൻ്റെ മാതാവിനെയും സഹോദരിയും. ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് ജിഹാദികളുടെ വായ്പാട്ടും പാടി അവരുടെ കീർത്തികൾ പ്രകീർത്തിച്ച് ഇല്ലാത്ത ഹിന്ദുത്വ ഭീകരവാദത്തിനെതിരെ രണഭേരി മുഴക്കി നടക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വർഗം വന്ദേമാതരത്തെ എതിർക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ 80ാം വാർഷികത്തിൽ ചെങ്കോട്ടയിൽ നമ്മുടെ അധികാര സ്ഥിരാകേന്ദ്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകത്തിൽ വന്ദേമാതരം ഉയരുന്നു എന്നുള്ളത് ഒരു സന്ദേശം കൂടിയാണ്, ആശാവഹമായൊരു സന്ദേശമാണ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ ഭാരതം എങ്ങനെ മാറുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഈ എതിർപ്പുകൾക്കെല്ലാം എന്ത് വില കേന്ദ്ര സർക്കാർ നൽകുന്നു എന്നുള്ള കാര്യത്തിലും വ്യക്തമായൊരു സന്ദേശം കൂടിയാണ്. വന്ദേമാതരത്തെ അപമാനിക്കുവാൻ അനുവദിക്കില്ല, വന്ദേമാതരം ആദ്യം ദേശീയ ഗീതമായി തന്നെ മുഴങ്ങും എന്നുള്ള ശക്തമായൊരു പ്രഖ്യാപനമാണ് ഓഗസ്റ്റ് 15-ാം തീയതി നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ 80ാം വാർഷികത്തിൽ നടക്കുവാൻ പോകുന്നത്. ആ പ്രഖ്യാപനത്തിന് പതിവ് പോലെ നേതൃത്വം നൽകുന്നത് മറ്റ് ദേശീയതയുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ കാര്യത്തിലും എന്നതുപോലെ കഴിഞ്ഞ 12 വർഷങ്ങളായി നേതൃത്വം നൽകുന്ന അതേ മനുഷ്യനാണ് ഈ ദേശീയ ഗീതത്തിൻ്റെ പുനർജനിയുടെ പ്രഖ്യാപനത്തിന്, പ്രഘോഷണത്തിന് നേതൃത്വം നൽകുവാൻ പോകുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. എന്തായാലും അഡ്വാൻസ്ഡായിട്ട് മുൻകൂട്ടി തന്നെ പ്രേക്ഷകർക്കെല്ലാം വന്ദേമാതരത്തോട് കൂടിയിട്ടുള്ള സ്വാതന്ത്ര്യദിനാശംസകൾ തത്വമൈ ന്യൂസ് നേരുകയാണ്. സ്വാതന്ത്ര്യദിനത്തിൽ ഞങ്ങളുടേതായിട്ടുള്ള പ്രത്യേക പരിപാടികളുണ്ടാകും. എന്നാലും വന്ദേമാതരം ആലപിക്കുന്നു എന്നുള്ള വാർത്ത, ചെങ്കോട്ടയിൽ മുഴങ്ങുമെന്നുള്ള വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി ദേശീയ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്, മലയാള മാധ്യമങ്ങൾ നൽകുന്നില്ല. അതൊരു ദൗർഭാഗ്യകരമായ സംഗതിയാണ്. പക്ഷേ ദൗർഭാഗ്യകരമായ യാഥാർത്ഥ്യം കൂടിയാണത്. അവരുടെ മനോഭാവം അതാണ്. കാരണം ഈ വന്ദേമാതരം വെട്ടിമുറിച്ച വന്ദേമാതരമാണ് വേണ്ടത് എന്നാണ് ഈ മാമകളിലുള്ള മലയാള മാധ്യമങ്ങളുടെ ചുരുക്കപ്പേരായ മാമകളിലുള്ള ക്രിപ്റ്റോകൾ പറയുന്നത്, അല്ലെങ്കിൽ ജിഹാദികൾ പറയുന്നത്. അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഒരു പരിധിക്കപ്പുറത്തേക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള സന്ദേശങ്ങളിലൂടെ തന്നെ അവർക്ക് മറുപടി നൽകിയേ മതിയാകുള്ളൂ. 6 ഖണ്ഡികകളും കൃത്യമായി ആലപിച്ചുകൊണ്ട് ചെങ്കോട്ടയിൽ ഇത്തവണ ഭാരതം 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കും. അതിൽ ഒരു സംശയവും വേണ്ട. വന്ദേമാതരത്തെ അപമാനിച്ചാൽ കൃത്യമായ ശിക്ഷകളും ഇനി ആ പ്രവൃത്തി ചെയ്യുന്നവർക്ക് ലഭിച്ചിരിക്കും. അതിനും ഒരു സംശയവും വേണ്ട. എന്തായാലും വന്ദേമാതരത്തോടു കൂടി തന്നെ നമുക്ക് ഈ ഓട്ടപ്രദക്ഷിണത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള തീർച്ചയായും കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തുവാനായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമൈ ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വന്ദേമാതരം. നന്ദി. ശുഭരാത്രി.